എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നന്ദു പുറത്തു പോയി വന്നതിന് ശേഷം നടന്ന സംഭവങ്ങളൊക്കെ പറയുമ്പം ദേഷ്യം വരുന്നുണ്ട് കനകയ്ക്ക്. അന്നേരം കനക ചോദിക്കുന്നുണ്ട്, എൻ്റെ നന്ദുട്ട, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ട്രെയിനിങ്ങിന് പോകുന്നതിന് മുമ്പ് ഇതുപോലുള്ള പൊല്ലാപ്പൊന്നും ഉണ്ടാക്കി വെക്കരുതെന്ന്. നിന്നോട് എത്ര പറഞ്ഞാലും മനസ്സിലാകില്ലേ എന്നൊക്കെ ചോദിക്കുമ്പം നന്ദു നിന്നോട് പറയുന്നുണ്ട്, പിന്നെ തെറ്റ് കണ്ടാൽ പ്രതികരിക്കേണ്ട അയച്ച അതുപോലെ ഒരു സീനാണ് ഞാൻ കണ്ടത്, അതുകൊണ്ടാണ് കയറി ഇടപെടേണ്ടി വന്നത് എന്ന് നന്ദു പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നന്ദു റൂമിലേക്ക് പോയി കഴിയുമ്പം കനക ഗോവിന്ദനോട് പറയുവാണ്, ഇങ്ങനത്തെ സ്വഭാവമാണ് ഇവൾക്ക്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവൾ കാക്കിയിടണ്ട എന്ന്. ആരെങ്കിലും തെറ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ അന്നേരെ പോയി പ്രതികരിച്ചോളും, തല്ലി തന്നെ കാര്യങ്ങൾ തീർത്തോളും. ഇതൊക്കെയാണ് എനിക്ക് ദേഷ്യം വരുന്നത്, അവൾക്ക് വെല്ലും ബ്രേക്കും ഇല്ല എന്നൊക്കെ പറഞ്ഞ് കനകയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. പിന്നീട് നയനയാണ് കാണിക്കുന്നത്. നയനയോട് വീട്ടിലൊന്ന് പോയാലോ എന്നിങ്ങനെ നവ്യ ചോദിക്കുന്നുണ്ട്. അന്നേരം നയന പറയും, എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല, നമുക്ക് വീട്ടിൽ പോകാം, നാളെയല്ലേ അവൾ ട്രെയിനിങ്ങിന് പോകുന്നത്, അതിനു മുമ്പ് അവളെ ഒന്ന് പോയി കാണണ്ടേ എന്നൊക്കെ നയന ചോദിക്കുന്നുണ്ട് നവ്യയോട്. എന്നിട്ട് ഇവർ രണ്ടുപേരോട് ദേവയാനോട് പോയി ചോദിക്കുമ്പം ദേവയാനി പറയുന്നുണ്ട്, രണ്ടുപേരും പൊയ്ക്കോ, പക്ഷേ ഇരുട്ടുന്നതിന് മുമ്പ് രണ്ടുപേരും തിരിച്ചു വന്നേക്കണം, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിച്ചേക്കരുത്, അതുപോലെ ആദർശിനെ വിഷമിപ്പിക്കാനും നിന്നേക്കരുത് എന്നൊക്കെ ദേവയാനി ഇത്തിരി ദേഷ്യത്തോടെ ഇങ്ങനെ പറയുക കേട്ടോ. മൊത്തം അഭിനയമാണ് എന്ന് നമുക്കറിയാം. എങ്കിലും പിന്നീട് നന്ദുവിനെയാണ് കാണിക്കുന്നത്. ഏതായാലും നയനയും നവ്യയും എല്ലാവരും കൂടെ അവിടെ ചെല്ലുകയും അവർ ഒരുമിച്ച് ഷോപ്പിങ്ങിന് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം നന്ദു പറയുന്നുണ്ട്, വീട്ടിൽ നിന്ന് ഇതുവരെ മാറി നിൽക്കാത്തതുകൊണ്ട് പോകാൻ ഉള്ള സമയം അടുത്തപ്പോൾ ആകെപ്പാട് ഒരു വിഷമം, പോകാൻ തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അവർ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഇറങ്ങിക്കഴിയുമ്പോഴാണ് പോലീസ് വന്ന് നന്ദുവിനെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. നന്ദുവിൻ്റെ പേരിൽ കേസ് കൊടുത്തെന്ന് തോന്നുന്നു. ആകെ ടെൻഷനിൽ നിൽക്കുവാണ് നവ്യയും നയനയൊക്കെ.